9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിളിലെ അടുത്ത ഭാഗം. ന്യൂലി ഡിസ്കവേർഡ് എലമെൻറ്റ്സ്, പുതിയതായി കണ്ടെത്തിയ മൂലകങ്ങൾ. ഇൻ 2016, 4 new elements were added in the periodic table. 2016 4 മൂലകം കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. They were placed in the 7th period. ഈ മൂലകങ്ങളെ 7ാം പീരീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ സിമ്പിൾ പ്രതീകം തന്നിട്ടുണ്ട്. IUPAC നാമം: നിഹോണിയം, മോസ്കോവിയം, ടെന്നൈസിൻ, ഓർഗനസൻ. The element nihonium got its name from the Japanese word nihon. നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് ആ മൂലകത്തിന് ലഭിച്ചത്. ദിസ് വേർഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ജപ്പാൻ ഇൻ ജപ്പനീസ് ലാംഗ്വേജ്. ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണിത്. ഇറ്റ് ഓൾസോ മീൻസ് ദ ലാൻഡ് ഓഫ് ദ റൈസിംഗ് സൺ. Experiments related to the discovery of the element moscovium were carried out mainly in the laboratories in Moscow. ഉദയസൂര്യൻ്റെ നാട് എന്നും ഇതിന് അർത്ഥമുണ്ട്. മോസ്കോവിയം എന്ന മൂലകത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായി നടത്തിയിരുന്നത് മോസ്കോവിലുള്ള ലാബുകളിലായിരുന്നു. The element tennessine derived its name on the basis of experiments conducted in Tennessee State. ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളാണ് ടെന്നസിൻ എന്ന മൂലകത്തിന് ആ പേര് വന്നതിൻ്റെ അടിസ്ഥാനം. The 3 elements mentioned above got their name from places associated with their discoveries. ഈ 3 മൂലകങ്ങളുടെയും പേരുകൾ ഇവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ പേരിൽ നിന്നാണ് ലഭിച്ചത്. But the element Oganesson was named in honor of Professor Yuri Oganesson, a nuclear scientist. ഓഗനസൻ എന്ന മൂലകത്തിന് പേര് നൽകിയത് പ്രൊഫസർ യൂറി ഓഗനഷൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനുള്ള ബഹുമാനാർത്ഥമാണ്. This is the second instance where an element was named after a living scientist. ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ ബഹുമാനാർത്ഥം മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിൻ്റെ രണ്ടാമത്തെ ഉദാഹരണമാണിത്. Previously, seaborgium, the element with atomic number 106, was named after a scientist in this way. It was in honor of Glenn Seaborg, an American chemist. ആദ്യമായി ഇപ്രകാരം പേര് നൽകിയത് ആറ്റോമിക് നമ്പർ 106 സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. ഗ്ലെൻ സീബോർഗ് എന്ന അമേരിക്കൻ രസതന്ത്രജ്ഞനോടുള്ള ബഹുമാന സൂചകമായാണ് ഈ പേര് നൽകിയത്. Let us study more about the properties of element and the merits of their scientific classification in detail. മൂലകങ്ങളുടെ കൂടുതൽ സവിശേഷതകൾ, ശാസ്ത്രീയമായ വർഗീകരണത്തിൻ്റെ മെച്ചങ്ങൾ എന്നിവ പഠിക്കാം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദെയർ പൊസിഷൻസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും. അനലൈസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഫിഗർ 2.1 ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ആധുനിക പീരിയോഡിക് ടേബിൾ ചിത്രം 2.1 വിശകലനം ചെയ്ത് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമല്ലോ. ഹൗ മെനി പീരിയോഡ്സ് ആർ ദർ? പീരിയഡുകളുടെ എണ്ണം എത്ര പീരിയഡുകളുണ്ട്? 7. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയുണ്ട്? 18. വിച്ച് പീരിയഡ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്? മൂലകങ്ങളുടെ എണ്ണം ഏറ്റവും കുറവുള്ള പീരീഡ് ഏതാണ്? 1.